അയ്യോ ഉപദേശിത്തുള്ള എന്തായി ജോലി വല്ലതും ആയാ? വെറുതെ ഈ സിനിമയുടെ പുറകെ നടക്കാതെ ഏതെങ്കിലും ടെസ്റ്റ് എഴുതി എവിടെയെങ്കിലും കേറാൻ നോക്ക്. എന്റെ ചേച്ചി ഈ ഷാറുഖ് ഖാനും സൽമാൻ ഖാനൊക്കെ ചെയ്യണ അതേ ജോലി തന്നെ ഞാനും ചെയ്യണേ. ഷാരുഖ് ഖാനായാലും അമിതാഭ് ബച്ചനായാലും എന്റെ മോളെ കെട്ടാൻ വന്ന സർക്കാർ ജോലി ഇല്ലെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കൂല. ആ ഷാരുഖ് ഖാനൊക്കെ ഇങ്ങോട്ട് വരട്ടെ, സർക്കാർ ജോലി ഇല്ലണ്ട്. ഷാറുഖ് ഖാനൊക്കെ സർക്കാർ ജോലിയോ? അച്ഛാ ഇംഗ്ലീഷ്. Oh, sorry, Daddy. In maths, what do you mean by LCM and HCF? മലയാളം. ഈ ലസാഗുസായ എന്നാണെന്ന്? ഒന്ന് പോടാ ചേർക്ക. ഈ ലസാഗു ഉസാഗു ഒക്കെ പഠിച്ച ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നലെ നിന്റെ ഒരു സിനിമ TV കണ്ടായിരുന്നു, കൊള്ളാം. പക്ഷെ അതിലും കള്ളനായിരുന്നല്ലോ. ഈ മോഹൻലാലിന് കേണൽ പദവി കിട്ടിയതേ 2-3 പടത്തിൽ കേണലായിട്ട് അഭിനയിച്ചപ്പോഴാ. അതുപോലെ നിനക്ക് വല്ല ആസ്ഥാന കള്ളപ്പദവി കിട്ടുപോടാ. വിജയൻ ചേട്ടാ, കുന്തിരിക്ക് എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത് കേട്ടോ. എടാ നിനക്ക് വേറെ പണിയില്ലേ ഈ എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ? ആ നേരത്തെ നിനക്ക് എന്റെ വണ്ടി കഴുകിയിടായിരുന്നില്ലേ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ഇവനെ കളിയാക്കരുതെന്ന്. ഇനി മേലിൽ ഇവനെ കളിയാക്കി ഞാൻ വല്ല ട്രോളുകാർക്കും പിടിച്ചു കൊടുക്കും. അവര് ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഇട്ട് നശിപ്പിച്ചു കളയും. പിടിച്ചു കൊടുക്കട്ടെ, പിടിച്ചു കൊടുക്കട്ടെ എന്ന്. അമ്മ ഞാൻ പോണട്ടാ. സഹോ, ആളൊരു പരാജയമാണെങ്കിലും നിന്റെ അച്ഛനൊരു പാവാട്ടോ. പാവം, അമ്മനോർത്തിട്ട് ഞാൻ പിടിച്ചിടിക്കാത്തത്. വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. 8ന്റെ ആണോ 16ന്റെ ആണോ? എന്ത്? അല്ല പണിയേ, നീ ഓരോന്നും പറഞ്ഞ് വിളിച്ചിട്ടോ. അത് 8ന്റെ ആണോ 16ന്റെ ആണെന്ന് ചോദിച്ചു. ഓഹള തമ്പൂ വിൽസൻ, ഈ കൊച്ചിനെയൊക്കെ ഏത് ഭാഗ്യവാനാണോ കെട്ടണേ. സഹോ, ഓരോ അരിമണിയിലും അത് തിന്നണ്ടവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നാ പറയണത്. പക്ഷെ ഈ റേഷനരിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല. ആക്കിയതാണ്. ആഘോഷം ഏതായാലും ആൾക്കാരുടെ വഴിയോടെ. എന്നടാ ഇവിടെ പരിപാടി? മടത്തുമാലി ചെറുക്കനല്ലേ ഗിരിധർ, അവനെന്തോ അവാർഡ് കിട്ടിയതിന്റെ പേര് സ്വീകരണം കൊടുക്കുക. അല്ലേ എന്നെ ഗ്ലാമറാ പുള്ളിക്ക്. അതൊക്കെ ഫോട്ടോഷോപ്പിൽ ചെയ്തേക്കണടാവേ. നിനക്ക് പിന്നെ അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ഈ ചെസ് കളിക്കുമ്പോ മുഖത്ത് ഇത്ര സീരിയസ്നെസ് വേണോ അല്ലേ? ഈ കളിയിൽ ബാക്കി എല്ലാവരും ക്ഷത്രിയന്മാരും രാജാവും അത്ര ക്രിസ്ത്യാനിയാണ്. തലയിൽ കുരിശണ്ട. വർഗീയവാദി ഡെമോക്രാറ്റിക് റാസ്കൽ. എന്താ ശശി, ഈ കൊല്ലം അങ്ങനെ പേര് മാറ്റി കിട്ടുവോ? ഓ മടുത്തൂന്ന്. ഈ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി വയ്യാണ്ടായി. നിനക്ക് വല്ല പ്രാന്തന്റെ ശശി. ഈ ശശി എന്നുള്ള പേര് എന്താ കുഴപ്പം? നിന്റെ മുഖത്തിന് ചേർന്ന് പേരിലിടാൻ പറ്റുള്ളൂ. പേര് മാറ്റണം. ഈ മിമിക്രിക്കാരും സിനിമാക്കാരും ചേർന്ന് നമ്മുടെ പേര് ഒരു കോമാളിയാക്കി ശശി ശശി എന്ന് പറഞ്ഞുണ്ട്. അതുകൊണ്ട് മനുഷ്യർ പുറത്തിറങ്ങി നടക്കാൻ മേല. എടാ എന്റെ മോൻ കള്ളനായിട്ട് അഭിനയിക്കണല്ലേ ഉള്ളൂ, നിന്റെ പോലെ മുതലാളിനെ വെട്ടിക്കണല്ലേടാ കള്ള. എനിക്ക് ഈ ഡ്രൈവർമാരോടൊക്കെ ചൂടാവേണ്ട വല്ല കാര്യമുണ്ട്. എടാ എന്റെ മോൻ മാത്രമല്ലല്ലോ, ഇവിടെ സത്യനും നസീറും മമ്മൂട്ടി മോഹൻലാലും ജയം വരെ കള്ളനായിട്ട് അഭിനയിച്ചിട്ടില്ലേ? അവരൊക്കെ വേറെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, കള്ളൻ വേഷം മാത്രമല്ല. ചേടാ കുതിരക്ക് പണി കിട്ടി. കണ്ട, കുതിരക്ക് വരെ പണി കിട്ടി. അവനോട് വല്ല പണിക്കും പോകാൻ പറ സൂരേ. ശരിയാവുന്ന അവൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെ, 10 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ. ഇടാ അവന് നല്ലൊരു വേഷം കിട്ടണ്ടേ? അവന്റെ രൂപത്തിന് പറ്റിയ വേഷമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പണി ഇരിക്കണ കാശ് മുഴുവൻ ഇയാള് ഫെയറായ ഒരു വാങ്ങിച്ച് കളയല്ലേ അവനെ വെളുപ്പിക്കാനായിട്ട്. അവനെ വെളുപ്പിക്കണമെങ്കിലേ തൊലി പൊളിച്ച് കളയേണ്ടി വരും. നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ. എനിക്ക് ആ കിച്ച് അഭിനയിച്ചതില്ലേ അമ്മ മമ്മൂട്ടിയോട് അഭിനയിച്ചില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനോ മമ്മൂട്ടിയുടെ പടത്തിൽ അഭിനയിച്ചിട്ടില്ലല്ലോ. ഇല്ലെന്ന് ഞാനല്ലേ കണ്ടത്. ഏത് പടം? നീ ബെറ്റിനെന്താ? എത്ര രൂപയ്ക്ക്? 1,00,000 രൂപ. നടക്കണ കാര്യം പറടാ. 100 രൂപ കണ്ടു. അത് ശരി, മോന്റെ പടം ഏതാണ് അച്ഛനറിയില്ലേ? അതെങ്ങനെയാ? ഇവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലല്ലേ, കണ്ടാ മിണ്ടൂല. നീ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ മിണ്ടായിരിക്കണത്? ഇല്ല. പിന്നെ മിണ്ടനെ കണ്ടിട്ടില്ല. ഇതിങ്ങനെയല്ല കളിക്കാൻ. ലോഡ് വന്നല്ലോ, വേഗം വാ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ലോഡും വന്നു. ഞാൻ പോപ്പു. നീ വരുന്നില്ലേ?
ഞാനങ്ങനെ ലോഡെടുക്കാൻ വന്നേ പിന്നെ ഈ ചെസ് ബോർഡൊക്കെ ആരെടുത്ത് നോക്കും വേണ്ട പാമ്പും കൊണ്ട് കടുപ്പുണ്ടാ. നിന്നെ പോലുള്ളവരാണടാ തൊഴിലാളി വർഗത്തിന് നാണക്കേട് ഉണ്ടാക്കുന്നത്. ഓ സഖാവ് ഉണർന്നല്ല. എടാ നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി, നാട് നന്നായ ഈ ലോകം തന്നെ നന്നായി. അല്ല ഈ ലോകം എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ? അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് ഇപ്പൊ പാകിസ്ഥാൻ നന്നാവണ്ട. ഭാരത് മാതാ കീ ജയ്. എന്റെ ദൈവമേ, ഇതാര് പെറുക്കി വെക്കാനാണ്?